കുഞ്ഞിൽ ദൈവസ്നേഹം നിറയട്ടെ. ദൈവാത്മാവിനാവാസം വരദാനങ്ങൾ ചൊരിയട്ടെ. അബ്രഹാത്തിന്റെ വിശ്വാസം എന്ന ലത്തീൻ വാക്കിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത് സ്നേഹം അല്ലെങ്കിൽ കരുണ. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ നിരുപാധിക സ്നേഹം എന്നാണ് അർത്ഥമാക്കുന്നത്. കാരിത്താസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചുങ്കം ഫൊറോണയുടെ കീഴിലുള്ള 9 പള്ളികളിൽ ഇവിടുത്തെ പള്ളി കമ്മിറ്റിയും വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയും ഒക്കെ ചേർന്ന് പുതിയ ഒരു കാൽവയ്പ് പാലിയേറ്റീവ് കെയർ മേഖലയിൽ ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന പ്രായം ചെന്നവരും രോഗികളുമായുള്ള ആളുകളുടെ പരിചരണത്തിന് വേണ്ടി തുടങ്ങി നിൽക്കുന്ന ഈ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ഫൊറോണ പ്രസിഡന്റ് ശ്രീ ബെന്നി ഇല്ലിക്കൽ, ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാരിത്താസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സൈജു പുത്തൻപറമ്പ്, ചുങ്കം ഫൊറോണ പള്ളി വികാരിയച്ഛനായ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി, കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ വികാരിയച്ഛൻ ഫാദർ ജെയിംസ് വടക്കേ കണ്ടങ്കരി. ഞാൻ ഡോക്ടർ കൃഷ്ണപ്രിയ, സീനിയർ സ്പെഷ്യലിസ്റ്റ് ആണ്, കാരിത്താസ് ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മെയിൻലി പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏത് കാറ്റഗറിയിൽപ്പെട്ട രോഗികൾ ആണ് അതിനകത്ത് ഉൾപ്പെടുന്നത്, അതിനകത്ത് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അതിനകത്ത് എന്തെല്ലാം പാർട്സ് അതിനകത്ത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നുള്ളതിനകത്തൊരു ഓവർവ്യൂ ആണ്. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഈ നമ്മൾ എൻഡ് ഓഫ് ലൈഫ് കെയർ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ജീവിതത്തിൻ്റെ വെച്ചാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന കെയർ കേട്ടിട്ടുണ്ട്? പാലിയേറ്റീവ് കെയറും ഈ എൻഡ് ഓഫ് ലൈഫ് കെയറും തമ്മിൽ എന്താ വ്യത്യാസം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിത് രണ്ടും വ്യത്യാസമാണോ, അത് രണ്ടും ഒന്ന് തന്നെയാണോ? ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ എത്തിയിരിക്കുന്ന ചുങ്കം ഫൊറോണയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ്, ഒത്തിരി സന്തോഷമുണ്ട് കാരിത്താസ് ആശുപത്രിയെ പ്രതിനിധീകരിച്ച് നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ. ജോണേട്ടൻ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ എൻ്റെ പേര് ഡോക്ടർ ജോസ് ജോൺ തോമസ് എന്നാണ്. ഞാൻ പയ്യാവൂർ വലിയപള്ളി ഇടവകാംഗമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണും. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്ന കേരള നിയമസഭയുടെ ചീഫ് വിപ്പ്, ഈ മണ്ഡലത്തിലെ MLA കൂടിയായ ശ്രീ അബു ജോൺ സാർ, സ്റ്റീഫൻ അച്ഛൻ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ളവരെ, ബ്രാൻഡ് സൂചിപ്പിച്ചതുപോലെ ഞാൻ എല്ലാവരും ഇവിടെ വരേണ്ടത് ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനാണ്, ബിനോച്ചൻ അച്ഛൻ. ഇന്ന് ഒരു ഉച്ചയോടു കൂടിയാണ് എന്നോട് പറഞ്ഞത് ഇന്നൊരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞത്. ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ആദ്യമേ ഞാൻ ഈ ഒരു ഇടവകയെയും അതോടൊപ്പം ഈ ഒരു ചുങ്കം ഫൊറോണയിലെ എല്ലാ ഇടവക ദേവാലയത്തെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെയും അഭിനന്ദിക്കുകയാണ്. ഈവൻ ബ്ലാഡർ വാഷ് ചെയ്യാൻ വരെ എനിക്കറിയാം. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും, പക്ഷേ അതിൽ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ, ഒരു പക്ഷേ എൻ്റെ ഫാദർ ആയതുകൊണ്ടായിരിക്കും അവിടെ ഞാൻ അറിഞ്ഞത്, നമ്മളെല്ലാം സ്വയം സന്നദ്ധരായ ഇതിലേക്ക് വന്നാൽ ഇതൊരു ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. കാരിത്താസ് ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ഇപ്രകാരം ഒരു പ്രോഗ്രാം നമ്മുടെ ചുങ്കം ഫൊറോണയിൽ സംഘടിപ്പിക്കുവാനും അതുവഴി ചുങ്കം ഫൊറോണയിലെ 9 ദേവാലയങ്ങളിൽ നമുക്കറിയാം
സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഓഹരി സന്തോഷപൂർവ്വം മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളതാണ് വിൻസെൻ്റ് പോളിൻ്റെ ഒരു പ്രവർത്തനം. ഈ യൂണിറ്റിൻ്റെ ചാപ്റ്റർ ബഹുമാനപ്പെട്ട ജെയിംസ് കണ്ടങ്കരയിലച്ഛൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആദ്യമായി ഞാൻ നമ്മുടെ കാരിത്താസ് ആശുപത്രിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ബോർഡിന് നന്ദി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്നിവിടെ അധ്യക്ഷ പ്രസംഗം വഹിക്കുന്ന നമ്മുടെ KCC പ്രധാന പ്രസിഡന്റ് ബെന്നി സാറിന് എല്ലാവരുടെയും പേരിൽ ഈ യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ വന്നത് അബു ജോൺ ജോസഫ് MLA ആണ്. അദ്ദേഹത്തിൻ്റെ ആബ്സൻസിൽ പുള്ളിക്കുള്ള പ്രത്യേക നന്ദി എല്ലാവർക്കും അറിയിച്ചു. പിന്നെ ഇന്ന് ഈ പ്രോഗ്രാം ഏകദേശം 130ഓളം ആൾക്കാർ ഇവിടെ വന്ന് ഈ പ്രോഗ്രാം എനിക്ക് വന്ന് വില പോയി കൊടുത്ത് കുറച്ച് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി തോന്നും. ഈ ഏകദേശം 130ഓളം ആൾക്കാർ വന്ന് ഈ പ്രോഗ്രാം ഇതുപോലെ നടത്തിയതിന് ഇതിൻ്റെ പുറകെ പണിയെടുത്തത് മുഴുവൻ നമ്മുടെ ജോൺ തിരുവത്താണ്. ജോൺ തിരുവത്തിനുള്ള പ്രത്യേക നന്ദി അറിയിച്ചു. ഇന്നൊരു നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ കൃഷ്ണപ്രിയയ്ക്കുള്ള നന്ദി പ്രത്യേകം അറിയിച്ചു. അതുപോലെ തന്നെ ഇന്നിവിടെ കൃഷ്ണപ്രിയയ്ക്ക് ശേഷം ഒരു ക്ലാസ് എടുത്ത ജോബിയാണെങ്കിലും വളരെ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു. ഞാൻ ഓർക്കുന്ന